അങ്ങനെ നമ്മൾ ഫ്രഷായി ഇവിടുന്ന് ഇറങ്ങാൻ പോവാണ്. ഇവിടുന്ന് ജസ്റ്റ് നമുക്കൊന്ന് ഫ്രഷ് ആകാനുള്ള സമയം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ഇപ്പോൾ സമയം 9 മണിക്ക് ഇറങ്ങണമെന്ന് പറഞ്ഞതാണ്. ഇപ്പോൾ 9:15 കഴിഞ്ഞു, 9:20 അപ്പോൾ നമുക്ക് ഇനി താഴേക്ക് പോവാം. നമ്മൾ പ്രധാനമായിട്ടും ഇന്ന് ഇവിടെ 2 സ്ഥലങ്ങളാണ് കാണുന്നത്. ഓക്കെ, അത് കഴിഞ്ഞാൽ ഇന്ന് തന്നെ നമ്മൾ ഇവിടുന്ന് സൂറത്തിലേക്ക് യാത്ര തിരിക്കും കേട്ടോ. അപ്പോൾ നമ്മളെ ടീച്ചേഴ്സ് എല്ലാവരും ഇവിടെ എത്തിയിട്ടുണ്ട്. കുറച്ചാൾ കൂടി എത്താനുണ്ട്. ഓരോരുത്തരായി എത്തിക്കൊണ്ടിരിക്കുകയാണ്. നമ്മുടെ ലഗേജുകളും കാര്യങ്ങളൊക്കെ അവിടെ വെച്ചിട്ടുണ്ട്. ഇവിടുന്ന് ഇറങ്ങാണ്. ഇന്നലെ രാത്രി മുതലുള്ള ശക്തമായ മഴ കാരണം റോഡിലൊക്കെ വെള്ളം കെട്ടി നിൽക്കുന്നുണ്ട് കേട്ടോ. ഓക്കെ, നമ്മൾ കുറച്ച് അകലെയാണ്. നമ്മൾ വലിയ ബസ്സായതുകൊണ്ട് ഈ ചെറിയ പോക്കറ്റ് റോഡിൽ ഇങ്ങോട്ട് പോരില്ല. പോന്നാലും ഇവിടെ ഹോട്ടലിൻ്റെ മുമ്പിൽ അത് നിർത്താനുള്ള സൗകര്യമില്ല. നമ്മളെ ബസ്സിൻ്റെ അടുത്തെത്തി. ഇവിടെ വലിയൊരു ബിൽഡിംഗ് കാണുന്നുണ്ട്. ഇവിടെ നമ്മളെ വീരാണ്ടി മാഷി, സഫ്ദർ മാഷി, നമ്മളെ കോർഡിനേറ്റർ സഹദ് ഭായ് അവരൊക്കെ അവിടെ നിൽക്കുന്നുണ്ട് കേട്ടോ. ഇനി നമ്മൾ ബസ്സിലേക്ക് കയറുകയാണ്. മുകളിലൊരു ഏരി ഉണ്ടെന്ന് പറയുന്നുണ്ട്, ചെറിയ ഏരി. ബാഗ് അവിടെ വെച്ച് കരണ്ടൊന്നുമില്ലേക്ക്. ഇവിടുത്തെ നബിദിന പരിപാടിയാണ് കേട്ടോ. ഗുജറാത്തിലെ ചേരികളാണ് കേട്ടോ. ഇവിടെ സാധാരണക്കാരായിട്ടുള്ള ആളുകൾ ജീവിക്കുന്ന സ്ഥലമാണിത്. അങ്ങനെ നമ്മൾ എത്തി നിൽക്കുന്നത് ലക്ഷ്മി വിലാസ് പാലസിലാണ് കേട്ടോ. ഇതാണ് റോഡ് വഴി കടന്നു വന്നാൽ നമ്മൾ കാണുന്ന ആദ്യ കാഴ്ച. കൊട്ടാരത്തിൻ്റെ അതിമനോഹരമായിട്ടുള്ള കൊട്ടാരത്തിൻ്റെ ചെറിയൊരു ഭാഗം മാത്രമാണ് കേട്ടോ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ നമ്മുടെ ലോക്കൽ ഗൈഡായിട്ട് നമ്മളവിടുത്തെ ഒരു ടീച്ചർ വന്നിട്ടുണ്ട്. ഇതിനായിട്ട് പക്ഷേ സുഹൃത്തു കൂടിയാണ്. എന്തോ സാധനമൊക്കെ കൊണ്ടുവന്നിട്ടുണ്ടല്ലോ. അവര് നമ്മുടെ അധ്യാപക സംഘത്തെ അവരെ സ്വീകരിക്കുന്ന പൂച്ചെണ്ടുകൾ നൽകി സ്വീകരിക്കുന്ന രംഗാണ് കാണുന്നത് കേട്ടോ. ഇനി ഷാളണിഞ്ഞ് നമ്മൾ സ്വീകരിക്കുന്ന രംഗാണ് കാണുന്നത്. എല്ലാ ടീച്ചേഴ്സും ഇവിടെ ഉണ്ട്. അതുപോലെ അവിടെ ചെറിയ ഉപഹാരം നൽകാണ്. സ്വീകരിക്കുന്നത് നമ്മളെ ഇസ്മായിൽ മാഷാണ്. നമ്മളെ ലക്ഷ്മി വിലാസ് പാലസിൻ്റെ ഒരു ഫ്രെയിമാണ് കൊടുക്കുന്നത് കേട്ടോ. അടുത്തതായിട്ട് നമ്മളെ പട്ടേൽ പ്രതിമയുടെ ഒരു ഫ്രെയിമാണ്. അപ്പോൾ നമ്മൾ ആരിസ് മാഷ് സ്വീകരിക്കാം കേട്ടോ. സഫ്ദർ മാഷി അവരെ ഷാളണിഞ്ഞ് നമ്മളൊരു സ്നേഹ സമ്മാനം നൽകാം കേട്ടോ. हमारे लिए भी आपका स्वागत करने का बहुत बड़ा अवसर मिला है। शैलेश सर ने एक फ़ोन किया कि भाई ऐसा है, हमारी टीम बड़ोड़ा में पहुंच गई है। और फिर भाई का फ़ोन आया तो हमने बोला हाँ सर चलो रेडी है, हम आ जाते हैं। बस आधे घंटे में सब कुछ निपटा के हम आपके स्वागत के लिए आ गए हैं। കൊട്ടാരം ഇപ്പോൾ ഏതാനും നിമിഷങ്ങൾക്കും തുറക്കേ ഉള്ളൂ, ഓപ്പൺ ആയിട്ടില്ല. 1890 ഇതിൻ്റെ പണി പൂർത്തീകരിച്ചിട്ടുള്ളത്. ഏകദേശം 12 വർഷം എടുത്തുകൊണ്ടാണ് ഈ കൊട്ടാരത്തിൻ്റെ പണി പൂർത്തിയാക്കിയിട്ടുള്ളത്. ഈ കൊട്ടാരം എന്ന് പറയുന്നത് ഇപ്പോഴും ഈ രാജകുടുംബാംഗങ്ങളുടെ സ്വകാര്യ വസതിയാണ്. ഇതിലിപ്പോഴും ഈ കൊട്ടാരത്തിൻ്റെ ചെറിയൊരു ഭാഗം മാത്രമാണിത്. ഇതിന് അങ്ങോട്ട് വിശാലമായി പരന്നു കിടക്കുന്നുണ്ട്. ഈ ഒരു കൊട്ടാരത്തിൽ ഇപ്പോഴും ആ രാജകുടുംബത്തിലെ അംഗങ്ങൾ ഇപ്പോഴും താമസിക്കുന്നുണ്ട്. അവർ താമസിക്കുന്ന ആ ഭാഗങ്ങളിലേക്ക് നമുക്ക് പ്രവേശനമില്ല. യാത്രികരായിട്ടുള്ള ആളുകൾക്ക് വളരെ പരിമിതമായിട്ടുള്ള സ്ഥലങ്ങളിലേക്ക് മാത്രമേ പ്രവേശനമുള്ളൂ. ബാക്കിയുള്ള ആളുകൾ ബാക്കിയുള്ള സ്ഥലങ്ങളിൽ ഇപ്പോഴും ഇവിടുത്തെ രാജകുടുംബാംഗങ്ങൾ താമസിക്കുന്നുണ്ട്. ഇതിപ്പോഴും ഒരു സ്വകാര്യ പ്രോപ്പർട്ടി ആയിട്ട് തന്നെയാണ് ഇവിടെ നിലനിൽക്കുന്നത്. ഇവിടെയുള്ള ആൾ നമുക്ക് ഇതിനെക്കുറിച്ചുള്ള വിവരങ്ങൾ നൽകുകയാണ് കേട്ടോ. പറഞ്ഞിട്ടുള്ളത് ഇത് മാർബിളുകൾ ചെറിയ ചെറിയ മാർബിളുകൾ, വ്യത്യസ്ത നിറങ്ങളിലുള്ള മാർബിളുകൾ മാത്രം വെച്ച് നിർമ്മിച്ചിട്ടുള്ളതാണ്. നമ്മൾ സൂക്ഷിച്ച് നോക്കിയാൽ ഇത് കാണാൻ കഴിയും. ഓരോന്നും ചെറിയ ചെറിയ പീസുകളാണ് കേട്ടോ. ഓക്കെ, നമ്മൾ ഇതിൻ്റെ മുൻഭാഗത്തേക്ക് എത്തുന്നതിൽ വിശാലമായിട്ടുള്ള ഒരു മുറ്റം നമുക്ക് കാണാൻ കഴിയും. ഇതാണ് ഇതിൻ്റെ മുൻഭാഗം കേട്ടോ. ഇതിൻ്റെ മുറ്റത്ത് ഇത്തരത്തിൽ കാളകളുടെ, മാനുകളുടെയൊക്കെ രൂപങ്ങൾ നമുക്ക് കാണാൻ കഴിയും. ഇത് പറയുന്നത് രാജാവിന്, അന്നത്തെ ബറോഡയിലെ രാജാവിന് ഇത് ഒരു വിനോദമായിരുന്നു.
കാളകളുടെ ഫൈറ്റ് കേട്ടോ. ഓക്കെ, ആഗ്രയിൽ നിന്നും കൊണ്ടുവന്നിട്ടുള്ള കല്ലുകൾ ഉപയോഗിച്ചിട്ടാണ് ഇത് പൂർണ്ണമായിട്ട് നിർമ്മിച്ചിട്ടുള്ളത് എന്നാണ് പറയുന്നത്. ഇത് ഇവിടുത്തെ ദർബാർ ഹാളാണ്. പക്ഷെ അങ്ങോട്ട് സ്വകാര്യ പ്രോപ്പർട്ടി ആയതുകൊണ്ട് തന്നെ അങ്ങോട്ട് നമുക്ക് പ്രവേശനമില്ല. നമുക്ക് സിംഹം, അതുപോലെ സിംഹത്തിൻ്റെ അടുത്തായിട്ട് മുയൽ നിൽക്കുന്നതായിട്ട് കാണുന്നുണ്ട്. അവിടുത്തെ ഗൈഡ് പറഞ്ഞത് രാജാവും പ്രജകളും എത്രത്തോളം അടുത്ത് നിൽക്കണം എന്നത് രാജാവ് പഠിപ്പിക്കാനും വേണ്ടിയിട്ട്, മാതൃകയാക്കാനും വേണ്ടിയിട്ടാണ് ഇത്തരത്തിലൂടെ കൊടുത്തിട്ടുള്ളത് എന്നാണ് പറയുന്നത് കേട്ടോ. ഓക്കെ, ഇതാണ് കൊട്ടാരത്തിൻ്റെ മറ്റൊരു ഭാഗം. വിശാലമായിട്ട് പരന്ന് കിടക്കുകയാണ് കേട്ടോ കൊട്ടാരം. ഇതാണ് കേട്ടോ കൊട്ടാരത്തിൻ്റെ ഫ്രണ്ട് വ്യൂ ആണ്. और उससे कूलिंग होता था, गर्म हवा ठंडी होकर अंदर जाती है. देखो एक एक विंडो के ऊपर होगा ये जो पूरा है ना वही. देखो अभी आपका फोटो ना इधर ले लीजिए, फिर अंदर जाके അതുപോലെ ഇത് ഇവിടുത്തെ ഒരു ഓപ്പൺ ഓഡിറ്റോറിയം ആയിരുന്നു എന്നാണ് പറഞ്ഞത്. പരിപാടികളും കാര്യങ്ങളൊക്കെ ഇവിടെ നിന്നായിരുന്നു നടത്തിയിരുന്നെന്നാണ് പറഞ്ഞത്. അതുപോലെ ഇത് ഇവിടുത്തെ ഒരു വളരെ വിശാലമായിട്ടുള്ളൊരു ഗോൾഫ് ഗ്രൗണ്ടാണ് കേട്ടോ. കൊട്ടാരത്തിൻ്റെ മറ്റൊരു സവിശേഷത എന്ന് പറയുന്നത് ബക്കിംഗ്ഹാം പാലസിൻ്റെ 4 ഇരട്ടി വലുപ്പത്തിലാണ് ഈ കൊട്ടാരം നിർമ്മിച്ചിട്ടുള്ളത് കേട്ടോ. അപ്പം നിങ്ങൾക്ക് ആലോചിച്ചാൽ മതി, സൂര്യൻ അസ്തമിക്കാത്ത സാമ്രാജ്യത്തിൻ്റെ രാജ്ഞി വസിക്കുന്ന ആ പിന്നെ വസതിയേക്കാൾ 4 ഇരട്ടി വലുപ്പത്തിൽ അന്നത്തെ കാലത്ത് നിർമ്മിച്ചിട്ടുള്ള കൊട്ടാരമാണിത് കേട്ടോ. ഓരോ റൂമുകളിലേക്കും പിന്നെ പ്രത്യേകം ജനവാതിലുള്ളത് കാരണം നല്ല കാറ്റും അതുപോലെ തന്നെ വെളിച്ചമൊക്കെ കിട്ടും എന്നാണ് പറയുന്നത്. കൊട്ടാരത്തിൽ നിന്ന് ലസ്സി കുടിക്കാം കേട്ടോ. നോക്കാൻ പറ്റില്ല അവിടെ. നമ്മളിപ്പോൾ ലക്ഷ്മി വിലാസ് പാലസിൽ നിന്നും ഇറങ്ങി നമ്മൾ അടുത്ത ഡെസ്റ്റിനേഷനിലേക്ക് പോകാൻ നിൽക്കുകയാണ്. വളരെ മനോഹരമായിട്ടുള്ള ഏതൊരു യാത്രക്കാരെയും ആകർഷിക്കുന്ന രീതിയിലുള്ള മനോഹരമായിട്ടുള്ള ഒരു കൊട്ടാരം തന്നെയാണ് ലക്ഷ്മി വിലാസ് പാലസ് എന്ന് പറയുന്നത്. അന്നത്തെ കാലത്ത് നമ്മുടെ നാട് ഇന്ത്യ എന്ന് പറയുന്ന മഹാരാജ്യം എത്രത്തോളം പിന്നെ സമ്പത്ത് ഉണ്ടായിരുന്നു എന്നതിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണം തന്നെയാണ്. നേരത്തെ പറഞ്ഞതുപോലെ ബക്കിംഗ്ഹാം കൊട്ടാരത്തേക്കാൾ 4 ഇരട്ടി വലുപ്പമുള്ള ഒരു കൊട്ടാരം നമ്മുടെ നാട്ടിൽ നിർമ്മിച്ചു, ആ കാലത്ത് നിർമ്മിച്ചു എന്നുള്ളത് അതിൻ്റെ ഏറ്റവും വലിയ തെളിവാണ്. നിർമ്മിച്ചിട്ടുള്ളത് ആഗ്ര, പൂന, രാജസ്ഥാൻ എന്നിവിടങ്ങളിൽ നിന്ന് കൊണ്ടുവന്നിട്ടുള്ള മണൽക്കല്ലുകളും മാർബിളുകളും ഒക്കെ ഉപയോഗിച്ചിട്ടാണ് ഈ കൊട്ടാരം പൂർണ്ണമായിട്ട് നിർമ്മിച്ചിട്ടുള്ളത്. ഈ കൊട്ടാരത്തിലെ താഴ്ഭാഗത്ത് പിന്നെ ഫ്ലോർ നമുക്ക് നോക്കുകയാണെങ്കിൽ പലതരത്തിലുള്ള അതിമനോഹരമായിട്ടുള്ള ഡിസൈനുകൾ നമുക്ക് കാണാൻ കഴിയും. അതൊക്കെ ചെറിയ ചെറിയ കഷ്ണങ്ങൾ അതിങ്ങനെ കൂട്ടി ഇണക്കി വലിയ മനോഹരമായിട്ട് ഇന്നും നമ്മളെ മാർക്കറ്റിൽ നിന്ന് ലഭിക്കാത്ത തരത്തിലുള്ള അതിമനോഹരമായിട്ടുള്ള പ്രിന്റുകളും ഡിസൈനുകളൊക്കെയാണ് നമുക്ക് ഈ കൊട്ടാരത്തിൻ്റെ ഉള്ളിൽ കാണാൻ കഴിയുന്നത്. കൊട്ടാരത്തിൽ പിന്നെ രാജ രവിവർമ്മ വരച്ചിട്ടുള്ള അതിമനോഹരമായിട്ടുള്ള ഒരുപാട് ചിത്രങ്ങൾ നമുക്ക് കാണാൻ സാധിച്ചു എന്നുള്ളതും ഈ ഒരു കൊട്ടാരത്തിൻ്റെ ഒരു പ്രത്യേകതയായിട്ട് കാണാൻ. അതോടൊപ്പം തന്നെ അന്നത്തെ കാലത്ത് ഉപയോഗിച്ചിരുന്ന ആയുധങ്ങൾ, യുദ്ധത്തിനും മറ്റു കാര്യങ്ങളൊക്കെ ഉപയോഗിച്ചിരുന്ന അന്ന് കുതിരയുടെ മുകളിൽ നമുക്ക് ഇരിക്കാനുള്ള എല്ലാ ഫുൾ സെറ്റ് സാധനങ്ങളുണ്ട്. നമ്മൾ കാല് ചവിട്ടുന്ന ഭാഗം വരെ പൂർണ്ണമായിട്ടും സ്വർണ്ണം കൊണ്ട് നിർമ്മിച്ചിട്ടുള്ളത്. അതുപോലെ പിന്നെ ആനയുടെ കൊമ്പ് മാത്രം ഉപയോഗിച്ച് നിർമ്മിച്ചിട്ടുള്ള പല്ലക്കുകൾ, അത്തരത്തിൽ ഏതൊരാളെയും ആശ്ചര്യപ്പെടുത്തുന്ന രീതിയിലുള്ള കാഴ്ചകളാണ് നമുക്ക് കാണാൻ സാധിച്ചത്. 1800കളുടെ അവസാനത്തിൽ നിർമ്മിച്ചത് കൊണ്ട് തന്നെ പിന്നെ ആധുനിക സൗകര്യങ്ങളൊക്കെ നമുക്കിതിൽ ഈ ഒരു കൊട്ടാരത്തിൽ കാണാൻ കഴിയും. അന്ന് തന്നെ കറണ്ട്, ഇലക്ട്രിസിറ്റി, അതുപോലെ ലിഫ്റ്റ്, അതുപോലെ ഫാനുകൾ തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് ഈ ഒരു കൊട്ടാരത്തിനുള്ളിൽ കാണാൻ സാധിക്കുന്നുണ്ട്. ഒരു ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കാര്യം എന്ന് പറയുന്നത് ഇതിപ്പോഴും സ്വകാര്യ സ്വത്തായിട്ട് തന്നെയാണ് സംരക്ഷിക്കപ്പെടുന്നത്. പിന്നെ ഗേഗ്വാദ് കുടുംബം, രാജകുടുംബം, അവരാണ് ഇതിനെ പരിപാലിക്കുന്നതും മെയിൻ്റെനൻസും കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്. അങ്ങനെ നമ്മൾ ലക്ഷ്മി വിലാസ് പാലസിനോട് വിട പറയുകയാണ്. അപ്പോൾ ഒന്ന് വെള്ളിയാഴ്ചയാണ്, നമ്മൾ കഴിഞ്ഞ ജുമയും കിട്ടിയിട്ടില്ല, നമ്മളും വന്ന് യാത്രയിലായിരുന്നു. അപ്പം ഇവിടെ ഈ ദിവസങ്ങളൊക്കെ മഴ പെയ്തുകൊണ്ട് നിറയെ വെള്ളക്കെട്ടുകളാണ്. അപ്പോൾ ഇവിടെ പള്ളി പോലെ എന്തോന്ന് കാണുന്നുണ്ട്. അപ്പം ജസ്റ്റ് നമ്മൾ അങ്ങോട്ട് പോയി നോക്കാൻ പോവാണ്. ഷൂ നനക്കാതെ വെക്കാൻ വേണ്ടി ചെരുപ്പിടാതെ പോവാണ് കേട്ടോ. ഓക്കെ, പോയി നോക്കാം. നമ്മളിവിടെ നിസ്കരിച്ചു. ഇവിടെ ഇത്തരത്തിൽ ഒരുപാട് കാടൊക്കെ പിടിച്ചെടുക്കുന്ന ഒരുപാട് ബിൽഡിങ്ങുകളൊക്കെ കാണുന്നുണ്ട് കേട്ടോ. വെൽവായലാണ്. ആകെ വെള്ളക്കെട്ടാണ് ഗുജറാത്തിൻ്റെ ഈ ഒരു ഭാഗം.
അപ്പോൾ നമ്മുടെ ഭക്ഷണം എത്തിയിട്ടുണ്ട് കേട്ടോ. ചപ്പാത്തി, ചെറിയ കുറച്ച് റൈസ്, പപ്പടം കാര്യങ്ങളൊക്കെ ഉണ്ട്. ടീച്ചേഴ്സൊക്കെ അവിടെ കഴിക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ പോകുന്നത് ഗുജറാത്തിൽ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ടൊരു പാതയിൽ കൂടിയാണ്. ആയതിനാൽ തന്നെ നടന്നു പോകുന്നവർക്കും അതുപോലെ ഹാൻഡിക്യാപ്ഡ് ആയിട്ടുള്ള ആളുകൾക്ക് പോകാനും റോഡും സൗകര്യങ്ങളും എല്ലാം വളരെ നീറ്റ് ആൻഡ് ക്ലീനാണ്. അത്യാധുനിക സൗകര്യങ്ങളുള്ള ഒരു ഭാഗമാണ് കേട്ടോ അത്. പൂന്തോട്ടവും കാര്യങ്ങളും ചെടികളൊക്കെ വെച്ച് അലങ്കരിച്ചിട്ടുണ്ട്. ചെറിയ ചെറിയ ബസ് സ്റ്റോപ്പുകൾ കാര്യങ്ങളൊക്കെ നമുക്കിവിടെ കാണാൻ കഴിയും. വികസനം എത്തി നിൽക്കുന്ന സ്ഥലങ്ങളിൽ പെട്ട ഒരു സ്ഥലമാണിത്. നമ്മളിപ്പോൾ സന്ദർശിക്കാൻ പോകുന്ന സ്റ്റാച്യു ഓഫ് യൂണിറ്റി അതിനോട് വളരെ അടുത്ത് കിടക്കുന്നൊരു സ്ഥലം കൂടിയാണ്. ഇവിടെ നിന്ന് ഏകദേശം 8 കിലോമീറ്റർ മാത്രമാണ് നമ്മൾ പോകുന്ന സ്ഥലത്തേക്കുള്ളത്. ചാറ്റൽ മഴയുണ്ട്, നല്ല തിരക്കുണ്ട്, അതിവിശാലമായിട്ട് പിന്നെ പാർക്കിംഗ് സൗകര്യമുണ്ട്. കോട്ടെടുക്കുന്നുണ്ടോ? ചാറ്റൽ മഴ ഉണ്ടായതുകൊണ്ട് തന്നെ ടീച്ചേഴ്സൊക്കെ റെയിൻകോട്ട് വാങ്ങുന്നുണ്ട് കേട്ടോ. ഓക്കെ, നമ്മളെ കയ്യിൽ കൊണ്ടുവന്ന കോട്ടുണ്ടായിരുന്നു, അപ്പോൾ നമ്മളതെടുത്തു. ഇത്തരത്തിൽ ധാരാളം ഓട്ടോകൾ, ഇലക്ട്രിക് ഓട്ടോകൾ നമുക്ക് കാണാൻ കഴിയും. നമ്മുടെ വണ്ടികൾ ഇവിടെ ഇത്തരത്തിൽ പാർക്കിങ്ങിൽ നിർത്തിയിട്ട് ഏകദേശം 6 കിലോമീറ്ററോളം ഇത്തരത്തിലുള്ള ഈ വാഹനത്തിൽ കയറിയിട്ട് വേണം നമുക്ക് ഈ പ്രതിമയുടെ അടുത്തേക്ക് പോകാൻ കേട്ടോ. അപ്പം അവിടെ പോയിട്ട് വേണം ടിക്കറ്റ് എടുക്കാൻ. അപ്പം ടിക്കറ്റ് നമ്മുടെ കൂടെയുള്ള ആളുകൾ എടുക്കണ്ടേ. ഇവിടെ ഇത്തരത്തിലുള്ള സൗകര്യം, ടിക്കറ്റ് കൗണ്ടർ, ലോക്കർ റൂം, ബസ് സ്റ്റാൻഡ്, ടോയ്ലറ്റ്, ഫീഡിംഗ് റൂം, ഡ്രിങ്കിങ് വാട്ടർ, ടോയ്ലറ്റ്, എല്ലാവിധ സൗകര്യങ്ങളും ഉണ്ട് കേട്ടോ. അതുപോലെ തന്നെ നമുക്ക് ഇവിടെ പിന്നെ ഇലക്ട്രിക് സൈക്കിളുകൾ നമുക്കിവിടെ കാണാൻ കഴിയും. ഓക്കെ, ഇലക്ട്രിക് സൈക്കിളുകൾ നമുക്ക് ഇവിടെ കാണുന്നുണ്ട്. ഇവിടെ പിന്നെ വൃത്തി ക്ലീനിങ്ങിലൊക്കെ അവർ നന്നായിട്ട് കാര്യമായിട്ട് ശ്രദ്ധിക്കുന്നുണ്ട്. ഇവിടെ ധാരാളം ടൂറിസ്റ്റുകൾ എത്തുന്ന ഒരു സ്ഥലമായതുകൊണ്ട് തന്നെ ഇത് നല്ല നീറ്റ് ആൻഡ് ക്ലീൻ ആക്കാൻ വേണ്ടി മാക്സിമം ശ്രമിക്കുന്നുണ്ട് കേട്ടോ. അതുപോലെ തന്നെ ഇവിടെ നമ്മുടെ ബസ്സിൻ്റെ റൂട്ട് മാപ്പും കൊടുത്തിട്ടുണ്ട്. ഓക്കെ, ഏതൊക്കെ വഴിയിൽ ഇവിടെ അതുപോലെ ബോട്ടിലൊക്കെ ബോട്ട് റൈഡൊക്കെ ഉണ്ട് തോന്നുന്നു. ബോട്ട് റൈഡിലൊക്കെ പോയിട്ട് അവിടെയൊക്കെ എത്താനുള്ള ഒരു സംവിധാനം കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അതൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട പിന്നെ മാപ്പുകളും മറ്റു കാര്യങ്ങളൊക്കെയാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ നമ്മളെവിടെയാണ് ഉള്ളത്, സ്റ്റാച്യു ഓഫ് യൂണിറ്റി എവിടെയാണുള്ളത്, മറ്റു കാര്യങ്ങളൊക്കെ എല്ലാ കാര്യങ്ങളും ഇതിൽ മാപ്പിൽ കൊടുത്തിട്ടുണ്ട്. ഇതിൽ നമുക്കവിടെ കാണാൻ കഴിയും. ഇത്തരത്തിൽ ധാരാളം ഇവരുടെ ഗവൺമെൻറ്റിൻ്റെ പിന്നെ വണ്ടി ബസ്സുകളുണ്ട്. ഈ ബസ്സുകളിലാണ് ടിക്കറ്റ് എടുത്തുകൊണ്ട് നമ്മൾ പോകേണ്ടത്. ഇവിടെ നമ്മൾ ആ ടിക്കറ്റ് എടുത്ത് കഴിഞ്ഞാൽ നമ്മൾ നേരെ എത്തിച്ചെല്ലുന്നത് ഇവിടെ SBB ബസ് സ്റ്റോപ്പ് എന്നുള്ള ഇതിലാണ് കേട്ടോ. ഓക്കെ, അപ്പോൾ ഈ ബസ്സിലായിരിക്കും നമ്മളവർ കൊണ്ടുപോകുക. പക്ഷേ ഇവിടെ നിന്നൊക്കെ നോക്കിയിട്ട് ലോകത്തിലെ ഏറ്റവും വലിയ പ്രതിമയാണെന്നുണ്ടെങ്കിൽ കൂടി ഇവിടെ നിന്ന് നോക്കിയിട്ട് അതിൻ്റെ ഒന്നും അറ്റം തുമ്പൊന്നും കാണുന്നില്ല. ഇനി ഇത് ഭാഗത്താണെന്ന് നോക്കിയിട്ട് വേണം. നമ്മൾ ടീച്ചേഴ്സൊക്കെ വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. എല്ലാവരും ടീഷർട്ടൊക്കെ ധരിച്ച് ഒരുപോലെ ടീഷർട്ടൊക്കെ ധരിച്ച് ഫോട്ടോ എടുത്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. നമ്മൾ ബസ് സ്റ്റോപ്പിൻ്റെ ഉള്ളിലേക്ക് കയറുകയാണ് സുഹൃത്തുക്കളെ, കയറുകയാണ്. ഓക്കെ, ബസ്സിലേക്ക് കയറുകയാണ്. അങ്ങനെ നമ്മള് അങ്ങകലെയായിട്ട് നമ്മൾ കാണാൻ വന്ന ലോകത്തിലെ ഏറ്റവും വലിയ പ്രതിമ നമ്മുടെ കൺമുന്നിലേക്ക് ഏതാനും നിമിഷങ്ങൾക്കകം എത്താൻ പോവുകയാണ് സുഹൃത്തുക്കളെ. ഈ നർമ്മദാ നദിയുടെ തീരത്താണ് കേട്ടോ, നദിയാണ് ഈ കാണുന്നത്. ഇവിടെ രാത്രിയിൽ ഈ കാണുന്ന വിളക്കുകളിലൊക്കെ ലൈറ്റ് തെളിയും, അപ്പം ഒന്നുകൂടി ഭംഗിയുണ്ടാവും രാത്രിയിലുള്ള കാഴ്ചകൾ. അങ്ങനെ നമ്മൾ ഏറെക്കുറെ പട്ടേൽ പ്രതിമയുടെ അടുത്ത് എത്തിയിരിക്കുകയാണ്. ഇതിൻ്റെ ബാക്ക് ഭാഗമാണ് കേട്ടോ ഇത്. നമ്മുടെ ടീച്ചേഴ്സ് എല്ലാവരും മതിമറന്നുകൊണ്ട് ആ കാഴ്ച അവരുടെ ഫോണുകളിൽ ഒപ്പിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ നമ്മൾ ഇവിടെ ബസ് ഇറങ്ങി നേരെ ഇവിടെ എൻട്രി ഫോർ സ്റ്റാച്യു ഓഫ് യൂണിറ്റി ഇങ്ങോട്ട് പ്രവേശിക്കാൻ പോവാണ്. ഈ നർമ്മദ നദിയുടെ അങ്ങേ തലക്കലായിട്ട് മറുകരയിലായിട്ട് സ്റ്റാച്യു ഓഫ് യൂണിറ്റി എന്ന് എഴുതി വെച്ചിട്ടുണ്ട് കേട്ടോ. ഇതിൻ്റെ അടുത്തേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. ചെറിയൊരു ചാറ്റൽമായ കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇതിലേക്ക് പോകുന്ന ഈ വഴിയുടെ 2 ഭാഗങ്ങളിലായിട്ട് ഇത്തരത്തിൽ കച്ചവടങ്ങളും കാര്യങ്ങളൊക്കെ നമുക്ക് കാണാൻ കഴിയും കേട്ടോ. ഇതിൽ കനത്ത സുരക്ഷാ സംവിധാനങ്ങളാണ് അവിടെ ഒരുക്കിയിട്ടുള്ളത് കേട്ടോ. നിരവധി 3-4 സെക്യൂരിറ്റി ചെക്കിങ് കഴിഞ്ഞതിന് ശേഷം മാത്രമേ നമുക്ക് ഉള്ളിലേക്ക് കയറാൻ കഴിയുള്ളൂ.
അങ്ങനെ നമ്മൾ 3-4 സെക്യൂരിറ്റി ചെക്കിങ്ങിന് ശേഷമാണ് നമ്മൾ ഇതിൻ്റെ ഉള്ളിലേക്ക് കയറിയിട്ടുള്ളത്. ഓക്കെ, മഴ ഉണ്ടെന്നുണ്ടെങ്കിൽ ഇത്തരത്തിൽ റൂഫും കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് നമുക്ക് മഴ ഇല്ലാതെ കുറേ ഭാഗങ്ങൾ കവർ ചെയ്യാൻ പറ്റും. ഇത്തരത്തിലുള്ള വാഹന സൗകര്യം ലഭ്യമാണ് അടിയിൽ നിന്ന് അതിൻ്റെ അടുത്തേക്ക് പോകാൻ. ഇല്ല മുന്നിലേക്കുണ്ട്. നമ്മള് സ്റ്റാച്യു ഓഫ് യൂണിറ്റിന്റെ താഴ്ഭാഗത്ത് തിരിക്കാണ്ടോ അടിയിലെത്തുമ്പോഴാണ് സുബ്ഹാനല്ലാഹ് അതിന്റെ ഒരു ഹൈറ്റ് മനസ്സിലാവുക. ഇതുകൊണ്ട് തന്നെ നല്ല രീതിയിൽ ഒഴുക്കുന്നുണ്ട്. ഓക്കെ, ഈ വീഡിയോ നോക്കുമ്പോൾ എത്രത്തോളം വലുപ്പമുണ്ട് നിങ്ങൾക്ക് മനസ്സിലാവും നിങ്ങൾക്കറിയില്ല. ഇവിടെ അടിയിലൊരു എക്സിബിഷൻ ലൈബ്രറി മോഡലൊക്കെ ഉണ്ട്. നമുക്ക് അങ്ങോട്ട് കടന്നു നോക്കാം. ഇതാണ് ഇതിൻ്റെ എൻട്രി കേട്ടോ. ഇവിടെ ഇതിൻ്റെ 2 സ്ക്രീനുകൾ കൊടുത്തിട്ടുണ്ട് 2 ഭാഗങ്ങളിലായിട്ട്. ഇതിൻ്റെ നിർമ്മാണവും മറ്റു കാര്യങ്ങളൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട ഈ പട്ടേലുമായിട്ട് ബന്ധപ്പെട്ടുള്ള വിവരങ്ങളും കാര്യങ്ങളൊക്കെ ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഓക്കെ, ഇവിടെ അദ്ദേഹത്തിൻ്റെ ഒരു വലിയ തലയുടെ രൂപം ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഈ സ്റ്റാച്യു ഓഫ് യൂണിറ്റിയായിട്ട് ബന്ധപ്പെട്ട കൂടുതൽ വിവരങ്ങളൊക്കെ ഇവിടെ നോക്കിയാൽ മനസ്സിലാക്കാൻ കഴിയും എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഇവിടെ എന്തോ ആവശ്യത്തിന് വരിയൊക്കെ നിൽക്കുന്നുണ്ട് ആളുകൾ. നമുക്ക് നോക്കാണ്ടാണ്. ഇവിടെ വേറെ ചെറിയൊരു മറ്റൊരു പ്രതിമ ഉണ്ട് അദ്ദേഹത്തിൻ്റെ. ഓക്കെ, ഇത് അദ്ദേഹത്തിൻ്റെ ആ പ്രതിമയുടെ താഴ്ഭാഗമാണ്. ഓ, ഇവിടെ ഹെവി ക്യൂ ആണല്ലോ. ഇവിടെ അദ്ദേഹമായിട്ട് ബന്ധപ്പെട്ട കുറേ ഫോട്ടോഗ്രാഫ്സും മറ്റു കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇവിടെ സൺ ഓഫ് ദ സോയിൽ എന്നൊക്കെ പറഞ്ഞിട്ട് വേറെ സംഭവം കൊടുത്തിട്ടുണ്ട്. ഇവിടെ എന്താ പുസ്തകങ്ങളാണ് തോന്നുന്നു. പുസ്തകങ്ങളല്ല, ഇത് ഫോട്ടോ ഫ്രെയിം, ഇത് പ്രിൻ്റ് ചെയ്ത സാധനങ്ങളാണല്ലോ, ബുക്കല്ല കേട്ടോ. ഇതിലെന്തോ ഒരു സംഭവം ഉണ്ട്. ഇതൊരു ഗാലറി എന്നൊക്കെ കൊടുത്തത്. വ്യൂയിങ് ഗാലറി അല്ലേ ആക്ടർ. അതാണ് കയറുന്ന സംഭവം. അതുകൊണ്ട് കേട്ടോ ഇത് കയറി വെക്കാൻ പോയേക്കാം. ഇവിടെ ഭയങ്കര ലൈനായതിനെ തുടർന്ന് നമ്മൾ ഇങ്ങോട്ട് തന്നെ പോവാം. നിങ്ങൾ മേലെ പോയോ? മേലെന്താ പോയി വന്നു. അവിടെ നല്ല വ്യൂ ഉണ്ട്. ഇത്തരത്തിലുള്ള ഇത് കയറിയിട്ട് വേണം നമുക്ക് മുകളിലേക്ക് പോകാൻ കേട്ടോ. പിന്നെ വലിപ്പം നിങ്ങൾക്ക് നോക്കിയാൽ മനസ്സിലാവുന്നുണ്ടോ എനിക്കറിയില്ല. പക്ഷേ വിചാരിച്ചത് ഭയങ്കരമുള്ള സംഭവമാണ്. ലോകത്തിലെ ഏറ്റവും വലിയ പ്രതിമയാണല്ലോ. അതിൻ്റെ ഒരു സെക്ഷനേ കഴിഞ്ഞിട്ടുള്ളൂ. ഇനിയും ഇത്തരത്തിൽ ഒരുപാട് കയറി പോകാനുണ്ട്. ഇതാണ് നർമ്മദാ നദി കേട്ടോ. ഇതിൻ്റെ തീരത്തായിട്ടാണ് ഇത് നിർമ്മിച്ചിട്ടുള്ളത്. ഓക്കെ, നമുക്ക് ആ നദിയോട് കുറുകെയുള്ള പാലവും കാര്യങ്ങളൊക്കെ നമുക്കിവിടെ കാണാൻ കഴിയും. ഇനി അടുത്തത് മൂന്നാമത്തത് നമ്മൾ കയറി പോകാൻ പോവാണ്. മനോഹരമായിട്ടുള്ള കാഴ്ചകൾ നമുക്കിവിടെ കാണാൻ കഴിയും. അടുത്ത മൂന്നാമത്തതും കഴിഞ്ഞ് നാലാമത്തതിലേക്കാണ് കിടക്കുന്നത്. അത്രക്കും ഉയരത്തിലാണ് ഇതിൻ്റെ നിർമ്മിതി ഉള്ളത്. നമ്മൾ താഴെ നിന്ന് കണ്ട ആ ഹാളുണ്ടല്ലോ, ഇത്ര ഹൈറ്റുള്ള ആ ഹാളിൻ്റെ മുകളിലായിട്ടാണ് ഇത് നിർമ്മിച്ചിട്ടുള്ളത് കേട്ടോ. അടുത്തത് ഇത് കയറിയിട്ടാണ് നമ്മളടുത്തുനിന്ന് തോന്നുന്നത്. നോക്കാം നമ്മളെ. ലോകത്തിലെ ഏറ്റവും വലിയ പ്രതിമ അതിൻ്റെ അടുത്താണ് പോയത്. ഇതിൻ്റെ വലുപ്പം എത്രത്തോളം ഉണ്ടെന്ന് അറിയണമെന്നുണ്ടെങ്കിൽ മനുഷ്യന്മാരായിട്ട് അത് നിഗണിത മൂപ്പര് ഊരെത്തിയിട്ടുള്ളൂ. ഊരിലേക്ക് കാണില്ല, അത്രക്കും വലുതാ. വൈഡ് ആംഗിളിൽ എടുത്തിട്ടപ്പത്
എന്താലേ 32 കാൽപാതാണിത്. ഇതിൻ്റെ ഇടയിൽ കൂടെയാണ് നമ്മൾ പോണത്. എന്ത് മെറ്റീരിയലാണ്? ഇരുമ്പത്തുണ്ട്. ഇതിൻ്റെ മുകളിലേക്ക്, ഈ സ്റ്റാച്ചുവിൻ്റെ മുകളിലേക്ക് കയറാൻ കഴിയുമെന്നാണ് പറഞ്ഞത്. നോക്കാം, നമ്മൾ പോയി നോക്കാം. താഴത്ത് അതിനുള്ള വരിയാണെന്നാണ് പറഞ്ഞത്. ഓക്കെ, ആ സ്റ്റാച്ചുയുടെ മുകളിലേക്ക് പോകാൻ ഇത്തരത്തിൽ ലിഫ്റ്റുകൾ കയറിയിട്ട് വേണം പോകാൻ. അപ്പോൾ അതിന് വേറെ സെപ്പറേറ്റ് വരി ഇവിടെ നിൽക്കണം കേട്ടോ. ലിഫ്റ്റിൻ്റെ ഉള്ളിൽ ഇതിൻ്റെ നിർമ്മാണ പ്രവർത്തനങ്ങളുടെ ഓരോ സ്റ്റെപ്പുകൾ കാണിക്കുന്നു. ഒരു പാറൻ്റെ മുകളിലാണ് ഇതിൻ്റെ മുകളിൽ നിന്നുള്ള കാഴ്ചയാണ് കേട്ടോ. കണ്ടോളി. ഇതിൻ്റെ നിർമ്മിതി ഇങ്ങനെയാണ് കേട്ടോ. ഫുള്ള് ഇരുമ്പാ. നിൽക്കില്ല, നീ ഉണ്ടോ? നമുക്ക് ഇവിടെ നിന്നുള്ള കാഴ്ച കണ്ടോ. നമ്മളിപ്പോൾ ഈ പ്രതിമയുടെ ഉള്ളിലാണ് ഇട്ടുള്ളത്. ഇവിടുന്ന് ഇപ്പോൾ എവിടെ എങ്ങനെയാണെന്ന് മനസ്സിലാണില്ല. പുറത്തുനിന്ന് ഈ ഹോൾസ് കാണുന്നുണ്ട്. അപ്പോഴേ നമുക്കിത് എത്രത്തോളം ഹൈറ്റിലാന്ന് മനസ്സിലാവും. നമ്മൾ വന്ന സ്ഥലങ്ങളാണത്. അകലെയായിട്ടൊരു ഡാമൊക്കെ നമുക്ക് കാണാം. നമ്മൾ ഇപ്പോൾ 142 അടി ഉയരങ്ങളിലാണ് കേട്ടോ. അപ്പോൾ നമ്മൾ അതിൻ്റെ മുകളിലുള്ള കാഴ്ചകളൊക്കെ കണ്ടു. താഴേക്ക് ഇറങ്ങി. ഓക്കെ, ഇതിനുള്ള കൂടെ ഇപ്പോൾ നമ്മൾ കയറിപ്പോയേ അങ്ങനെ മേപ്പിട്ട്. ഇവിടെ പഴയ കാലത്തെ ഫോട്ടോ കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. ഇതൊക്കെ അതിൻ്റെ ഉള്ളിൽ നിർമ്മിച്ച് വെച്ചിട്ടുള്ള ഇന്ത്യയുടെ പഴയകാല ചരിത്രങ്ങളോടൊക്കെ അനുബന്ധിച്ചിട്ടുള്ള സംഭവങ്ങളാണ് കേട്ടോ. ഇതൊക്കെ മണ്ണും സ്ക്രീനുകളാണ്. ഇതുമായിട്ട് ബന്ധപ്പെട്ട ചരിത്രങ്ങൾ പറയുന്ന ഒരു തിയേറ്ററും കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇത്തരം ഡിസ്പ്ലേകളിൽ ഇതിൻ്റെ നിർമ്മാണ പ്രവർത്തനമായിട്ട് ബന്ധപ്പെട്ടിട്ട് അതിൻ്റെ ഓരോ ഘട്ടങ്ങളും കൊടുത്ത് കാണിക്കുന്നുണ്ട് കേട്ടോ. ഇതിനൊക്കെ ഇതിൻ്റെ കാലൊക്കെ തൊട്ട് വന്നിക്കുന്നുണ്ട്. സ്റ്റാച്യു ഓഫ് യൂണിറ്റി സ്ഥിതി ചെയ്യുന്നത് നർമ്മദ നദിയുടെ തീരത്തായിട്ട് നർമ്മദ എന്ന ജില്ലയിൽ ആണ് ഈ സ്റ്റാച്യു ഓഫ് യൂണിറ്റി സ്ഥിതി ചെയ്യുന്നത് കേട്ടോ. ഓക്കെ, ഇവിടെ ഒരു ഡാമുണ്ട്. ഈ ഡാമിന് സമീപത്തായിട്ടാണ് ഈ ഒരു സ്റ്റാച്യു, ഈ ഒരു പ്രതിമ നിർമ്മിച്ചിട്ടുള്ളത്. ഇതിൻ്റെ ഉയരം എന്ന് പറയുന്നത് 187 മീറ്ററാണ്. അതായത് 597 അടി ഉയരമാണ് ഈ ഒരു പ്രതിമക്കുള്ളത്. വലിപ്പം എത്രത്തോളം ഉണ്ട് എന്ന് നോക്കാൻ ഈ ഇവിടെ നിൽക്കുന്ന ആളുകളുടെ വലിപ്പം നോക്കിയാൽ മതി. ഇതിൻ്റെ ചെരുപ്പിൻ്റെ ആ ഒരു ലെവലിൽ നമ്മൾ മനുഷ്യന്മാർ 6 അടി 7 അടിക്കുള്ള ആളുകൾ വരുന്നുള്ളൂ കേട്ടോ. ഇവിടെ നോക്കിയാൽ അതിൻ്റെ മുകൾ ഭാഗം കാണൂല. ഓക്കെ, ഇവിടെ ആരോ VIP ഗസ്റ്റ് ആരോ ഉണ്ട്. ഇവിടെ പിന്നെ പട്ടാളക്കാരും കാര്യങ്ങളൊക്കെ ഉണ്ട്. VIP ഗസ്റ്റ് ആരോ ആണ് തോന്നുന്നുണ്ട്. ഇതിലിവിടെ എന്തോ പൂവൊക്കെ അർപ്പിക്കുന്നുണ്ട്. ഇവിടെ എന്തോ പരിപാടി. ഇവിടെ പൂക്കൾ അർപ്പിച്ചിട്ടുള്ളത് ഇവിടുത്തെ ഗുജറാത്തിലെ ഒരു മിനിസ്റ്ററാണല്ലോ, ഇവിടുത്തെ മന്ത്രിയാണ്. അവിടുത്തെ നല്ല സെക്യൂരിറ്റി കാര്യങ്ങളൊക്കെയാണ് അവിടെ കൊടുക്കുന്നത്. അവിടെ ചെരുപ്പ് കൂരി വെച്ചിട്ടാണ് അവിടെ പൂക്കൾ അർപ്പിക്കുന്നത് കേട്ടോ. പട്ടാളക്കാരൊക്കെ ഉണ്ട് ധാരാളം. 3000 കോടിയോളം രൂപ ചെലവഴിച്ച് നിർമ്മിച്ച ഈ പട്ടേൽ പ്രതിമ 2018 ഒക്ടോബർ 31 അദ്ദേഹത്തിൻ്റെ 143ാം ജന്മദിനത്തിനാണ് പൊതുജനങ്ങൾക്കായിട്ട് തുറന്നു കൊടുത്തിട്ടുള്ളത്. നിർമ്മാണത്തിന് 70,000 ടൺ സിമെൻറ്റും 6,000 ടൺ സ്റ്റീലും ചിലവായിട്ടുണ്ട്. ഇതിൽ കർശനമായിട്ടുള്ള
പരിശോധനകളാണ് ഇവിടെ നടക്കുന്നത്. അതിൻ്റെ ഭാഗമായിട്ട് നമുക്ക് കാണാൻ കഴിയും സെക്യൂരിറ്റി ഡോഗുകൾ, നായകളൊക്കെ ഇതിൽ സഞ്ചരിക്കുന്നത്. ഒരുപാട് ദൂരം, നമ്മൾ നേരത്തെ അങ്ങോട്ട് വണ്ടിയിലാണ് വന്നത്, ഒരുപാട് ദൂരം അങ്ങോട്ട് നടക്കാനുണ്ട്. ഒരുപാട് നടക്കാനുള്ളത് കൊണ്ട് വാഹന സൗകര്യം ഉപയോഗപ്പെടുത്താത്ത ആളുകൾക്ക് ഇത്തരത്തിൽ റാമ്പുകളുണ്ട് കേട്ടോ. ഇതിൽ കയറി നിന്നാൽ മതി. ഇതിൻ്റെ ഈ നർമ്മദാ നദിയുടെ തീരത്ത് കൂടി നമ്മളെ ഇങ്ങനെ മുന്നോട്ട് നയിക്കും. ഓക്കെ, നിന്ന് നിർത്താൽ മതി. നദിയിലേക്ക് ഇറങ്ങാൻ പെർമിഷൻ ഉണ്ടോ അറിയില്ല, ഇറങ്ങാനുള്ള സംവിധാനങ്ങളൊക്കെ ഇവിടെ ഉണ്ട് കേട്ടോ. അങ്ങനെ നമ്മൾ കാഴ്ചകളൊക്കെ കണ്ടു. അവിടെ നിന്ന് ഇറങ്ങി അങ്ങോട്ട് പോയ അതേ രീതിയിൽ KSRTC ബസ്സിൽ തിരിച്ചു വന്നു. ഇവിടെ പാർക്കിങ്ങിലെത്തി ഫോട്ടോ ഒക്കെ എടുത്തിരുന്നു. പക്ഷേ മഴയൊന്നും പെയ്തില്ല. ഒക്കെ അടിപൊളിയായിട്ട് കഴിഞ്ഞു.